വേൾഡ് കപ്പിന്റെ ടൈമിൽ നമുക്ക് കൂടുതലായിട്ട് എൻക്വയറി വരുന്നത് ഈ ഒരു ഐറ്റാണ്. ഇത് നിങ്ങൾക്ക് ബാച്ചിലർ റൂമിലും അതേപോലെ തന്നെ നിങ്ങളെ ബെഡ് സ്പേസിലൊക്കെ നിങ്ങളെ കട്ടിലിന്റെ താഴൊക്കെ ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ കിടിലൻ അടിപൊളി പ്രൊജക്ടറാണ്. നല്ല ബെസ്റ്റ് റേറ്റ് ആയി കൊടുക്കുക. 256 GB ഫീച്ചേഴ്സും അതേപോലെ തന്നെ ക്യാമറ ക്വാളിറ്റിയിലും അതേപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റിയിലും നല്ല മികച്ചു നിൽക്കുന്ന ഫോണാണ് ഗൂഗിൾ പിക്സൽ. ഇതിന് അത്രയും ഫാൻ ബേസ് അത്ര നമുക്ക് ഓരോ ദിവസവും നമുക്ക് ഇതിന് വരുന്നുള്ള എൻക്വയറി. ഇപ്പൊ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ എക്സൽ 10 പ്രോനേക്കാൾ നമുക്ക് ബെസ്റ്റ് റേറ്റ് ആയിട്ട് നമുക്ക് 10 പ്രോ എക്സൽ കൊടുക്കാം. ഇപ്പൊ വീണ്ടും റേറ്റ് കുറഞ്ഞ രണ്ടാമത് പഴയ പോലെ തന്നെ ആയിട്ടുണ്ട്. 10 പ്രോനേക്കാൾ കുറച്ച് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 10 പ്രോ എക്സൽ എടുക്കാൻ നല്ല. കാരണം 17 പ്രോ കൊണ്ടുവന്നാക്കി നമുക്ക് ബെസ്റ്റ് റേറ്റ് ആയി കൊടുക്കാം. 3000 ആപ്പിൾ സ്റ്റോറിൽ കിട്ടുന്നതിനെക്കാട്ടി ബെസ്റ്റ് പ്രൈസിന് നമ്മൾ TDR നമ്മളെ സ്റ്റോറിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. മക്കളെ കിഡിലും പ്രൈസാണ് ഇപ്പൊ കത്തി നിൽക്കും. 17 പ്രോ മാക്സ് ഇതിന്റെ ബെസ്റ്റ് റേറ്റ് ആയി കൊടുത്താലോ? ബെസ്റ്റ് കില്ലർ പ്രൈസ് ആയി കൊടുക്കാം. 17 പ്രോ മാക്സ് 256 GB. നിങ്ങൾക്ക് ഈ പ്രൈസ് റെഡി ക്യാഷ് കൊടുത്തെടുക്കാം, അല്ലെങ്കിൽ ടാബ് വെച്ച് നിങ്ങൾക്ക് എടുക്കാം. ടാബ് ആകുമ്പോൾ നിങ്ങൾക്ക് അതായത് ഈ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് സാംസങ് ആയിക്കോട്ടെ, ആൻഡ്രോയിഡിന് ഏത് ഫോൺ ആയിക്കോട്ടെ, ഐഫോൺ ആയിക്കോട്ടെ, നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഏത് ഫോണാണ് ഇപ്പൊ X300 അല്ല നമ്മൾ ഐഫോണിന്റെ സ്റ്റൈലും വേണം, എന്നാൽ നിങ്ങളുടെ ഇത് ബഡ്ജറ്റും ഇല്ല, എന്നാൽ നിങ്ങൾക്ക് കാണാൻ ഐഫോൺ പോലെ തോന്നിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓർഡറിന്റെ 600 एक्चुअली मेरे को अच्छा लगा, मैं इसलिए अभी लिया. तो मैं वो जगह पे देखा है, उसका फीडबैक अच्छा है, इसलिए मैं अभी लिया. ഹലോ മച്ചാന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട യൂസർ ഐഫോണിൻ്റെ വീഡിയോ ആണ്. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു യൂസർ ഐഫോണാണ് നെക്സ്റ്റ് വീഡിയോ ചെയ്യാന്നുള്ളത്. അപ്പോൾ സോറി, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഐഫോണും അതേപോലെ തന്നെ ഗൂഗിൾ പിക്സൽ അതേപോലെ തന്നെ സാംസങ്ങിൻ്റെ ഒക്കെ വീഡിയോ ആണ്. അതായത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ യൂസ്ഡിൽ കുറച്ചുകൂടി സ്റ്റോക്ക് വരാനുണ്ട്. അപ്പോൾ അത് വന്നിട്ടൊരു കിടിലം വീഡിയോ ചെയ്യാമെന്ന് നെതറാനാണ് എന്നോട് പറഞ്ഞത്. ഞാനല്ല, അപ്പോൾ സംഭവം നമ്മൾ യൂസർ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഇന്ന് നമ്മൾ പുതിയത് കംപ്ലീറ്റ് അവിടെ ഷോ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ള ഈ ഒരു സംഭവം കണ്ടില്ലേ, ഇതിന് മുന്നായിട്ട് നമ്മളെ വീഡിയോ നിങ്ങൾ എവിടെ ഇരുന്നിട്ടാണ് കാണണമെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ഇടുക. അതേപോലെ തന്നെ ഇപ്പോൾ വേൾഡ് കപ്പ് ആണല്ലോ, ഏത് ടീം ജയിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് പ്രഡിക്ഷൻ ചെയ്യാം. ഓക്കെ, മറക്കല്ലേ. അതേപോലെ നിങ്ങൾ ഏതാ ടീം എന്നുള്ളതൊന്നും പറയാം. നമ്മൾ ബ്രസീലാണ്. അപ്പോൾ ബ്രസീലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് കമന്റ് ഇടുക. ഏതാ ടീം? പോർച്ചുഗലാ? നിങ്ങളേതാ ടീം? 3 ആൾക്കാരായി. അപ്പോൾ നിങ്ങൾ ഏതാ ടീം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ഇടുക. ഏതാ ടീം? അർജന്റീനക്കാരല്ല ഇവിടെ മൊത്തം. അതൊന്നും നോക്കണ്ട, പ്രാവശ്യം അങ്ങോട്ട് എടുക്കും. ഏത് ടീം കപ്പ് എടുക്കുന്നുള്ളത് നിങ്ങൾ പ്രഡിക്ഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാലോ ആരെ പ്രഡിക്ഷനാണ് ശരിയാവുന്നുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇന്നത്തെ മോഡൽ എന്ന് പറഞ്ഞാൽ വിവോ X300 യൂസറാണ്. അപ്പോൾ ഇതിന്റെ പ്രൈസും ഇതിന്റെ ഡീറ്റെയിലും പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ടിങ്ങിന്റെ വീഡിയോ തുടങ്ങാം. ഇത് ഞാൻ ഫസ്റ്റ് കാണിക്കുന്ന ഒരു യൂസർ മോഡലാണ്. ഇത് നമുക്ക് ഇവിടെ വന്ന ഡിസംബർ വരെ വാറന്റി ഉള്ള ഒരു ഐറ്റാണ്. പിന്നെ ഇവിടെ അത്യാവശ്യം ആളുള്ളതുകൊണ്ട് തന്നെ കുറച്ച് സൗണ്ടും കാര്യങ്ങളുണ്ടാവും. മൈക്കൊക്കെ ഓക്കെയാണ്, അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ വിവോന്റെ X300 മക്കളെ വേറെ ലെവലായിട്ട് എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിട്ട് നിങ്ങൾ കണ്ടോളി. പക്ക നീറ്റ് ആൻഡ് ക്ലീൻ സാധനം. നമുക്ക് ഡിസംബർ വരെ വാറന്റി ഉണ്ട്. ഞാൻ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ റേറ്റ് ഞാൻ റിവീൽ ചെയ്യാൻ എതിരാനോട് ചോദിക്കുന്നൊന്നുമില്ല. അതായത് വെറും 2400 ദിർഹംസിനാണ് യൂസർ കൊടുക്കുന്നത്. അതായത് നമുക്ക് 16 GB റാം അതേപോലെ തന്നെ 512 GB സ്റ്റോറേജ് വരുന്ന ഐറ്റം. ഇതിൻ്റെ പുതിയതാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന റേറ്റ് 3050 ദിർഹംസാണ്, സെയിം സ്പെക്കിൽ വരുന്നത്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, നമ്മുടെ നാട്ടിലത്തെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇത് കൂടുതലായിട്ട് തോന്നാം. കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അങ്ങനെ ഒരു കമൻറ്റ് വന്നിരുന്നു. ഇത് UAE-ലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള മാത്രം പ്രൈസാണ് നമ്മൾ ഈ ഒരു മോഡൽസ്. പക്ഷേ ഐഫോൺ അതേപോലെ തന്നെ സാംസങ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രൈസ് ലാഭത്തിൽ തന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. കാരണം അത്രയും ബെസ്റ്റ് പ്രൈസ് നാട്ടിലത്തെ 30,000 40,000 ഒക്കെ കുറവിലാണ് നമുക്ക് സാംസങ് ആണെന്നുണ്ടെങ്കിലും ഐഫോൺ ആണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് മോഡൽ നമുക്ക് UAE-ൽ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനത്തെ മോഡൽസ് നിങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ പറയുകയാണ് നിങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ എടുത്തോളൂ. നാട്ടിൽ നിന്ന് ഇപ്പോൾ ഫ്ലിപ്കാർട്ടോ അല്ലെങ്കിൽ ആമസോണിലൊക്കെ നിങ്ങൾക്ക് നല്ല ബെസ്റ്റ് ഓഫറിലുണ്ടാവും. കാരണം ഈ ഒരു മോഡലൊക്കെ നാട്ടിലാണ് മെയിനായിട്ട് അറിയപ്പെടുന്നത്. നാട്ടിൽ നല്ല ബെസ്റ്റ് പ്രൈസും ചിലപ്പോൾ സ്റ്റോറുകളിൽ തന്നെ നിങ്ങൾക്ക് നല്ല ഓഫറിലും കിട്ടും. അപ്പോൾ നമ്മൾ ഒരിക്കലും നിങ്ങളെ ഫോഴ്സ് ചെയ്യുന്നില്ല എവിടെ നിന്ന് എടുക്കണം എന്നുള്ളത്, നിങ്ങളുടെ ഇഷ്ടമാണ് എവിടെ നിന്ന് എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ ജസ്റ്റ് ഞാൻ ക്യാമറ ഒന്ന് ഫസ്റ്റ് കാണിച്ചു തരാം. 50mm എടുക്കുന്ന ഒരു ഒറ്റ ഫോട്ടോ. ഓക്കെ, ഇതിൻ്റെ ക്വാളിറ്റി നോക്കി. പിന്നെ ഇത് ഐഫോണിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഐഫോണിൽ നമുക്ക് ആ ഒരു നാച്ചുറൽ ടെക്സ്ചർ, അതായത് മുഖത്തുള്ള കുത്തും പുള്ളിയൊക്കെ കാണാൻ പറ്റും. പക്ഷെ ഇതിൽ ഒന്ന് സ്മൂത്ത് ചെയ്യുന്നുണ്ട് കേട്ടോ.
അങ്ങനെയൊക്കെ തോന്നി. അപ്പോൾ വിവോ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും. ചിലർക്ക് ഇങ്ങനത്തെ ഒക്കെ സംഭവം ഫീച്ചേഴ്സ് ആവും കൂടുതൽ ഇഷ്ടപ്പെടാറുണ്ടാവുക. പിന്നെ ഇതിൻ്റെ AI, അതായത് AI അല്ല, AI ഫീച്ചേഴ്സ് ഒരുപാടുണ്ട്. അത് കൂടാതെ നമുക്ക് ഇതിൽ എടുക്കുന്ന 100x ഫോട്ടോസ്, അതും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ എടുത്ത ഫോട്ടോസ് 100x, ഇതൊക്കെ ഞാൻ ഇതിലെടുത്ത ഫോട്ടോസാണ് കേട്ടോ. ഇത് ഞാൻ 100x നമ്മൾ അവിടുന്ന് ലോങ്ങിൽ സൂം ചെയ്തെടുത്താണ്. ഇത് AI വെച്ചിട്ടാണ് 100x എടുത്ത ഫോട്ടോസ്. AI വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടില്ല, ഇതൊരു വേൾഡ് കപ്പാണ്. ഒന്ന് ജസ്റ്റ് സ്മൂത്ത്നെസ് ആക്കി. പിന്നെ ഞാൻ എന്നെ തന്നെ കുറേ ഫോട്ടോസ് ഇതിലെടുത്തു. ഇത് കണ്ടില്ലേ? നിങ്ങൾക്ക് ഈ ഒരു സ്മൂത്ത്നെസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ക്യാമറ നല്ലോണം പെർഫോമൻസ് ഇൻക്രീസ് ചെയ്തെന്ന് തന്നെ പറയാം. കാരണം നല്ലോണം ആ ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരുപാട് ഫോട്ടോസ് ഇവിടെ ഇരുന്നിട്ട് തന്നെ ഇതിലെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു മോഡൽ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇതിൻ്റെ പുതിയത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. പിന്നെ നമുക്ക് എന്തായാലും ബാക്കിയുള്ള മോഡൽസ് ഡീറ്റെയിൽസ് ഒക്കെ വരാം. ഇത് ജസ്റ്റ് ഇതേപോലെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീനിലാണ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മൾ കൂടുതൽ കാണിക്കുന്നില്ല. അപ്പോൾ അസ്സലാമു അലൈക്കും ഹബീബി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇവിടെ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. കാരണം നമുക്കൊരു ക്യാമറാമാനെ കിട്ടിയിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഫസ്റ്റ് ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് വിവോന്റെ ഓൾറെഡി നിങ്ങൾ പറഞ്ഞില്ലേ, നമുക്ക് അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് സാംസങ് തുടങ്ങാം. സാംസങ് തുടങ്ങാം. പിന്നെ പിക്സൽ, കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ഗൂഗിൾ പിക്സലിനാണ് തുടങ്ങിയത്. അതേപോലെ തന്നെ വേൾഡ് കപ്പ് ആയതുകൊണ്ട് UAE ഇരുന്നുകൊണ്ട് നമ്മളെ വീഡിയോസ് ആണെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം, നിങ്ങൾക്ക് ഒരു കിടിലൻ സാധനം ഞാൻ ഫസ്റ്റ് കാണിച്ചു കൊടുത്താൽ ഫസ്റ്റ് തന്നെ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇപ്പൊ ഈ വേൾഡ് കപ്പിന്റെ ടൈമിൽ നമുക്ക് കൂടുതലായിട്ട് എൻക്വയറി വരുന്നതാ ഈ ഒരു ഐറ്റാണ്. ഇതുണ്ടല്ലേ പ്രൊജക്ടർ. പിന്നെതാ ഈ ഒരു സോഫ അതിന്റെ കൂടെ ഇത് നമ്മൾ കോംബോ ആക്കിയിട്ട് ഇട്ടതാണ്. ഇത് പ്രൈസ് നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്തില്ല. നമുക്ക് അത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഏതാ പ്രൊജക്ടർ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്ക് അതിന്റെ കൂടെ നിങ്ങൾക്ക് ഇരുന്ന് കാണാനുള്ള കിടിലൻ ഒരു സോഫ വരുന്നുണ്ട്. പിന്നെ നമുക്ക് പ്രൊജക്ടർ നമുക്ക് ഇവിടെ ഒരുപാട് മോഡൽസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് IMAX 4. പിന്നെ നമുക്ക് അത് നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് അതിന്റെ ജസ്റ്റ് ഒരു ക്ലിപ്പ്, അതിന്റെ ക്വാളിറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിപ്പ്. ഓൾറെഡി ഈ ഒരു പ്രൊജക്ടർ നമ്മൾ ഒരു ഇതിന്റെ ഒരു ഷീറ്റ് ഉണ്ടല്ലേ, ഷീറ്റിലേക്ക് അടിച്ചിട്ടുള്ള ഒരു വിഷ്വൽ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇത് നിങ്ങൾക്ക് വൈറ്റ് ആയിട്ടുള്ള ചുമര് കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി കാണാം. ഇത് നിങ്ങൾക്ക് ബാച്ചിലർ റൂമിലും അതേപോലെ തന്നെ നിങ്ങൾ ബെഡ് സ്പേസിലൊക്കെ നിങ്ങളെ കട്ടിലിന്റെ താഴെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ കിടിലൻ അടിപൊളി പ്രൊജക്ടർ ആണ്. ഞാൻ ഒരുപാട് സ്റ്റാൻഡ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. യൂസ്ഫുൾ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഹൈറ്റ് മറ്റേ. ഇതിന് നമുക്ക് ഇൻബിൽഡ് സ്പീക്കർ വരുന്ന മോഡൽസ് ആണ്. ഇതെല്ലാം ഇൻബിൽഡ് സ്പീക്കർ ആണ്. ഇതിൽ തന്നെ സ്പീക്കർ ഉണ്ടാവും. പിന്നെ യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ്, പിന്നെ നമുക്ക് പ്രൈം വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അത് കണക്ട് ചെയ്യാം. HDMI വേണമെങ്കിൽ HDMI കണക്ട് ചെയ്യാം. പിന്നെ ഇതിന്റെ ബാക്ക് സൈഡിൽ തന്നെ നമുക്ക് ഓഡിയോ, അതായത് നമുക്കിപ്പോ നമ്മൾ ഒരാളോ അല്ലെങ്കിൽ രണ്ടാൾക്കാരോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഹെഡ്സെറ്റ് വഴി നമുക്ക് സെറ്റ് ചെയ്യാൻ കാണാൻ പറ്റും. യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ്, പ്രൈം വീഡിയോ, HBO Max എല്ലാ സംഭവങ്ങളും വൈഫൈ കാര്യങ്ങൾ 4K സപ്പോർട്ട് ചെയ്യുന്ന മോഡൽസ് ഉണ്ട്. ഇത് ഓരോന്നിനും ഓരോ സ്പെക്കും അതേപോലെ തന്നെ ഓരോ പ്രൈസും ആണ്. പിന്നെ നമുക്ക് ഏറ്റവും കുറഞ്ഞ മോഡൽ ഇതല്ലേ, ഇതാണ് നമുക്ക് കുറഞ്ഞ പ്രൈസിന് വേണ്ടിട്ട് കൊടുക്കാം. ഇത് നമുക്ക് എത്ര കൊടുക്കാം? ഇത് ഏറ്റവും കുറഞ്ഞ മോഡൽ അല്ല, ഇത് നമുക്ക് വരുന്നത് 200 dirhams വരുന്നുണ്ട്. 200 dirhams. ഇപ്പൊ കുറഞ്ഞുണ്ടായിരുന്നല്ലോ, ഒരു 150ന്റെ ഒരു പീസ് ഉണ്ടായിരുന്നു. അത് ഇപ്പൊ അവിടെ ഉണ്ട്. സ്റ്റോക്ക് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ. ഓൾറെഡി കുറച്ച് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ എടുക്കുന്നത് അത്യാവശ്യം. അപ്പൊ നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് മുതൽ ഇതെല്ലാം നല്ല ക്വാളിറ്റി കുറവുള്ളത് ഞാൻ ഉദ്ദേശിച്ച നമ്മൾ ബെഡ് സ്പേസിൽ ഇതാ ജസ്റ്റ് ഒരു 5 മീറ്റർ ഇല്ലല്ലോ, ഒരു 2 മീറ്റർ ഡിസ്റ്റൻസിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയാണ്. അതെല്ലാം നിങ്ങൾക്ക് റൂമിൽ എല്ലാവരും കൂടി ഇരുന്ന് കാണാനാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫീൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ബെസ്റ്റ് സാധനം തന്നെ നിങ്ങൾ വാങ്ങുക. കാരണം നിങ്ങൾ ഷെയർ ഇട്ട് വാങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് അടിപൊളി. അതേപോലെ തന്നെ യൂസ്ഫുൾ ആണ് ഈ സോഫ. ഇത് എയർ സോഫയാണ്. ഇത് ബെസ്റ്റ്, നല്ല കംഫർട്ട് ആയിട്ട്. ഇതിന്റെ വീഡിയോ നമ്മൾ ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ക്ലിപ്പ് വേണ്ടിക്ക് നമ്മൾ ജസ്റ്റ് അതിൽ ആഡ് ചെയ്ത് തരാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾ നെക്സ്റ്റ് ഇതിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോ. നമുക്ക് ഇതിന്റെ തന്നെ സെപ്പറേറ്റ് ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. കാരണം ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇത് സിംഗിൾ പീസ് കൊണ്ടുവന്നാക്കി നമുക്ക് പ്രൈസ് ഇപ്പൊ തന്നെ കൊടുത്തേക്കാം അല്ലെ. സിംഗിൾ പീസ് കൊണ്ടുവന്നാക്കി നമുക്ക് വെറും 50 dirhamsന് വെറും 50 dirhamsന് ഡബിൾ ആണ്. ഡബിൾ എയർ അടിച്ചിട്ട് വരുന്ന രണ്ടെണ്ണം വരുന്നതാ. ഒന്നിങ്ങനെ ജസ്റ്റ് നമുക്ക് പിന്നെ ലെഗ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ല കിട്ടുന്ന സാധനമാണ്. നല്ല കംഫർട്ടാണ് ഇത് യൂസിങ്. നമ്മൾ ഇന്നലെ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് പറയുന്നതാണ്. നിങ്ങൾക്ക് പിന്നെ UAE എവിടെ വേണമെന്നുണ്ടെങ്കിൽ ഡെലിവറി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ടാബിയോ തമാരോ അങ്ങനെ വെച്ചിട്ട് എടുക്കാം. കാരണം അതിന്റെ ആവശ്യമില്ല. 50 dirhams ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്. പിന്നെ ഇതൊന്നും ടാബ് വെച്ചെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, UAE നമുക്ക് എവിടെ വേണമെങ്കിലും ഡെലിവറി ഉണ്ട്, ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്. അതേപോലെ തന്നെ കാർഡ് പേയ്മെന്റ് സംഭവങ്ങളെല്ലാം ഉണ്ട്. ടാബ്, തമാര, EMI ഓപ്ഷൻ. അത്യാവശ്യം ഒരു സ്പേസ് വരുന്ന ഏരിയയിലാകുമ്പോൾ നമുക്ക് ഇത് ഇട്ടിട്ട് നമുക്ക് കളിയെല്ലാം കാണാൻ ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഓക്കെ,
ഇനി അതേപോലെ തന്നെ ബാക്കിയുള്ള മോഡൽസിന്റെ പ്രൈസ് എല്ലാത്തിനും അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യുക. കാരണം ഒരുപാട് മോഡൽസ് ഉണ്ട്, ഒരുപാട് ലെങ്തി വീഡിയോ അത് നമ്മൾ അപ്പോൾ സ്പോട്ടിൽ അയച്ചാൽ ഓരോ മോഡലും അതിന്റെ പ്രൈസ് ഡീറ്റെയിൽസ് വലിയ പ്രൈസ് ഒന്നും ഇല്ല. നിങ്ങൾക്ക് അഫോർഡബിൾ ആയ പ്രൈസിന് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വാങ്ങാൻ പറ്റുന്ന പ്രോജക്റ്റാണ് നമ്മൾ ചെയ്യുന്ന കംപ്ലീറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് സാംസങ് സീരീസ് തുടങ്ങല്ലേ? സാംസങ് തുടങ്ങാം. സാംസങ്ങിന്റെ S20 പ്രൈസ് നല്ല ബെസ്റ്റ് റേറ്റ് ആയിട്ടുണ്ട് ഇപ്പോ. സാംസങ്ങിന്റെ ഇതാണ് മോഡൽ S26 അൾട്ര. ഓക്കെ, ഇത് ഡമ്മി പീസ് ആണ്. ഓക്കെ, S26 അൾട്ര നമുക്ക് എത്ര കൊടുക്കാം? S26 അൾട്ര നമുക്ക് നല്ല ബെസ്റ്റ് റേറ്റ് ആയി കൊടുക്കാം. 256 GB 3250 റംസ്. 256 GB പ്രൈസ് ആണ് പറഞ്ഞത്. നല്ല ബെസ്റ്റ് പ്രൈസ് ആണ്. പിന്നെ സാംസങ് നിങ്ങൾ എപ്പോഴും എടുക്കുമ്പോൾ നമ്മൾ പറയുന്ന പോലെ തന്നെ TDR ആണെന്ന് നോക്കിയിട്ട് എടുക്കുക. നല്ല TDR ആണ് ഒഫീഷ്യൽ സ്റ്റോർ. നമ്മൾ കംപ്ലീറ്റ് ഇവിടെ കംപ്ലീറ്റ് ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചാൽ ഒക്കെ നമ്മൾ TDR ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് ഒഫീഷ്യൽ സാംസങ്ങിന്റെ വാറന്റി കിട്ടണമെന്നുണ്ടെങ്കിൽ TDR തന്നെ നോക്കിയെടുക്കണം. അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് പറഞ്ഞുതരാം. അതായത് UAE സ്പെക് ആണ്. പിന്നെ ഇതിൽ തന്നെ നമുക്ക് കൊറിയൻ അങ്ങനെ പല സ്പെക്ക് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒന്നുകൂടി പ്രൈസ് കുറവിൽ കിട്ടും. നിങ്ങൾ ഓൺലൈൻ സ്റ്റോറുകളിൽ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും ഇന്റർനാഷണൽ സ്പെക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് സെല് ചെയ്യുന്നത്. അപ്പൊ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യുക TDR ആണോ എന്നുള്ളത്. നമുക്ക് ആ ഒരു സ്പെക്ക് നിങ്ങൾ എൻക്വയറി ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ അതും ചെയ്തു തരാം. കാരണം അത് റേറ്റ് കുറവിന് നമ്മളെടുത്തുണ്ട്. അവിടെ ഉള്ളതിനെക്കാട്ടി റേറ്റ് കുറവിൽ നമ്മൾ ചെയ്തു. ഇത് നമ്മൾ ഓൾറെഡി പ്രൈസ് പറഞ്ഞു. ഇതിന് 512 ആണെങ്കിൽ, ഇതിന്റെ 512 GB ആണെങ്കിൽ നമുക്ക് ബെസ്റ്റ് റേറ്റ് ആയി കൊടുക്കാം. 4000 ദിർഹംസിന് കൊടുക്കാം. 4000 512 GB. ലാസ്റ്റ് നമ്മൾ 4100 ആണ് ലാസ്റ്റ് വീഡിയോയിൽ ഇട്ടത്. നമ്മൾ പ്രൈസ് നല്ലോണം ഡ്രോപ്പ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. 4000 ദിർഹംസ്. ഓക്കെ, ഇതിന് 1 TB ആണെന്നുണ്ടെങ്കിൽ 1 TB ആണെന്നുണ്ടെങ്കിൽ പിന്നെ 4950 കൊടുക്കാം. 4950 1 TB പ്രൈസ്. അപ്പോ ഇത് ബെസ്റ്റ് പ്രൈസ് തന്നെയാണ്. ഇനി അടുത്ത നമുക്ക് S25 അൾട്രയും കൂടി S25 അൾട്ര ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അതിന്റെ നമുക്ക് ബെസ്റ്റ് റേറ്റ് ആയി കൊടുക്കാം. നമ്മളെല്ലാം പ്രൈസ് ലൈവ് പ്രൈസ് ആയിരിക്കും. കാരണം ഇന്നത്തെ മാർക്കറ്റിലെ പ്രൈസ് എന്താണോ അത് ആ റേറ്റ് ആണ് നിങ്ങൾക്ക് തരുന്നത്. പ്രൈസ് കുറഞ്ഞാൽ അത്രയും കുറച്ചിട്ട് തന്നെ നിങ്ങൾക്ക് തരും. വരുന്ന മുന്നേ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ചില ടൈം പ്രൈസ് കൂടാനും ചാൻസ് ഉണ്ട്. വേരിയേഷൻ വരും മാർക്കറ്റ് അല്ലേ. അപ്പൊ S25 അൾട്ര ആണെങ്കിൽ നമുക്ക് നല്ല ബെസ്റ്റ് റേറ്റ് ആയി കൊടുക്കാം. വെറും 2850 ദിർഹംസ്. 2850. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ വെച്ചുമ്പോൾ വലിയ വ്യത്യാസം ഇല്ലാവും അല്ലേ? കഴിഞ്ഞ വീഡിയോ നമ്മൾ 2900 കൊടുത്താണ്. ഓക്കെ, അപ്പൊ അതും എന്നാലും കുഴപ്പമില്ലാത്ത പ്രൈസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്റെ ഒരു അഭിപ്രായത്തിൽ പെട്ടെന്ന് എടുക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം പ്രൈസ് ചിലപ്പോൾ കൂടാൻ ചാൻസ് ഉണ്ട്. ഇനിയും ചാൻസ് ഉണ്ട്. ഓക്കെ, അത് ഓരോ ഡിമാൻഡിനനുസരിച്ചിരിക്കും. കാരണം സാധനം സ്റ്റോക്ക് പറയുന്നതിനനുസരിച്ച് ഡിമാൻഡ് കൂടെ ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് അതിൽ 512 ആണെങ്കിൽ അതിൽ 512 GB ഓടുന്നാക്കി നമുക്ക് 3550 റംസ്. 3550 റംസ്. അതിൽ 1 TB ആണെന്നുണ്ടെങ്കിൽ അതിൽ 1 TB ഇപ്പൊ റെഡി സ്റ്റോക്ക് ഇല്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ ഇനി നമുക്ക് സാംസങ്ങിൽ ഈ രണ്ട് മോഡൽ വേറെ പറയുന്നുണ്ടോ? വേറെ നമുക്ക് സാംസങ്ങില് പിന്നെ S25 FE ഉണ്ട്, പിന്നെ A56 വരുന്നുണ്ട് ബേസ് മോഡലിൽ. നമ്മൾ പ്രൈസ് സാധാരണ വീഡിയോയിൽ ചെയ്യാറില്ല. നിങ്ങള് പ്രൈസ് വേണ്ടെന്നാണ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോ. ഇപ്പോ 350 മുതൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് നമ്മളെ അവൈലബിൾ ആയിട്ടുണ്ട് ബേസ് മോഡലായിട്ട്. അതെ, 350 400 600 ആ റേഞ്ചിലുള്ള ഫോൺസ് അവൈലബിൾ ആണ്. ഇനി നമുക്ക് സാംസങ് വേണോ ഗൂഗിൾ പിക്സൽ വേണോ? നമുക്ക് പിക്സലിലേക്ക് പിക്സലിൽ ഒരുപാട് ആൾക്കാർ ഇപ്പൊ മെസ്സേജ് അയക്കുന്നുണ്ട്. പിക്സല് ഗൂഗിൾ പിക്സൽ 10 Pro ഉണ്ട്. അതേപോലെ തന്നെ കുറഞ്ഞ മോഡൽസ് ഇഷ്ടം ഒരുപാട് ആൾക്കാർ 10 സീരീസിന്റെ റേറ്റ് ഒരുപാട് ആൾക്കാർ എൻക്വയറി ചെയ്തിട്ടുണ്ട്. പിക്സൽ 10 പിക്സൽ 9 ബേസ് മോഡലിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചില്ലേ വിവോന്റെ ഒക്കെ പോലെ തന്നെ നമുക്ക് AI ഫീച്ചേഴ്സും അതേപോലെ തന്നെ ക്യാമറ ക്വാളിറ്റിയിലും അതേപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റിയിലും നല്ല മികച്ചു നിൽക്കുന്ന ഫോണാണ് ഗൂഗിൾ പിക്സൽ. നിങ്ങൾ യൂസ് ചെയ്യുന്നവർ ഇതിനായിട്ടൊരു ഫാൻ ബേസ് തന്നെ ഉണ്ട്. ഞാൻ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മോഡൽ നമുക്ക് UAE വാറന്റി ഇല്ലാഞ്ഞത് പോലും ഒരുപാട് മൂവ് ചെയ്യുന്ന ഒരു മോഡൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പിക്സലാണ്. കാരണം ഇവിടെ ഒരു ടൈമിൽ അങ്ങനത്തെ ഒരു മോഡലായിരുന്നു വൺ പ്ലസ്. വൺ പ്ലസ് ഒക്കെ ഇപ്പൊ മാർക്കറ്റിൽ എടുത്തു പോയി. ഇപ്പോഴും നമ്മുടെ ഗൂഗിൾ പിക്സൽ ആ ഒരു സ്ഥലത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി ഇതിന്റെ ഡിമാൻഡ് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പൊ പറഞ്ഞ പോലെ വാറന്റി ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇതിന് അത്രയും ഫാൻ ബേസ് അത്ര നമുക്ക് ഓരോ ദിവസവും നമുക്ക് ഇതിന് വരുന്നുള്ള എൻക്വയറി. ഇപ്പൊ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ താഴെ ഒരുപാട് കമന്റ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് ഇതിനെ കുറിച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ പിക്സൽ നമുക്ക് നമ്മളെ ഇതിൽ സ്റ്റാർട്ടിങ് 7 Pro മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. പിക്സൽ 7 Pro വേണ്ടുന്നൊക്കെ നമുക്ക് വെറും 1350 റംസ്. 1350 Pro കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പിക്സൽ 8 Pro അവൈലബിൾ ആണ്. നമ്മൾ 7 Pro പറഞ്ഞത് 128 ആണോ? 128 GB 128. ഇനി അതേപോലെ 256 ഉണ്ട്. 256 ഇല്ല, റെഡിയിലില്ല. നമുക്ക് നോക്കാം, അത് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ അതിന്റെ 8 Pro വേണ്ടുന്നൊക്കെ നമുക്ക് 1600 ദിർഹംസ് കൊടുക്കും.
1600. 9 Pro 128GB 2400 ദിറംസ്. 2400 ദിറംസിന് പിക്സൽ 9 Pro 128. പിക്സൽ 9A വേണ്ടുന്നാക്കി അത് ചീപ്പ് റേറ്റിന് കിട്ടും. 9A വേണ്ടുന്നാക്കി നമുക്ക് 1450 ദിറംസ്. 1450 പിക്സൽ 9A കിട്ടും. അതുപോലെ തന്നെ പിക്സൽ 10A വേണ്ടുന്നാക്കി 1680 ദിറംസിന് കൊടുക്കാം. അത് നമ്മൾ പറഞ്ഞ 128 പ്രൈസ് ആണ്. 128 ആണ്. 9 Pro XL 256GB വേണ്ടുന്നാക്കി നമുക്ക് 2800 ദിറംസിന് കൊടുക്കാം. 9 Pro XL. ഓക്കെ. ഇനി അതിന്റെ തന്നെ നമുക്ക് 512 ഒക്കെ ഇപ്പൊ എങ്ങനെയാണ്? 9 Pro XL 512 അത് നമ്മളെ അവൈലബിൾ ആണ് 3550 ദിറംസ്. 3550. ഇനി നമുക്ക് പറയാൻ പോകുന്നത് 10 Pro സീരീസ് ആണ്. 10 Pro ആണ് ഇപ്പൊ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിക്സൽ 10, 10 Pro, 10 Pro XL ഈ 3 മോഡൽസ് ഇതാ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് പറഞ്ഞോ? പിക്സലിന്റെ നമുക്ക് 10 സീരീസ് നിങ്ങൾക്ക് 10 ഞാൻ പറഞ്ഞില്ല, ഒരുപാട് ആൾക്കാർ എൻക്വയറി ഉണ്ട്. പിക്സൽ 10 256GB വേണമെന്നൊക്കെ നമുക്ക് 2350 ദിറംസ്. 2350. 2350. ഓക്കെ, നല്ല ബെസ്റ്റ് റേറ്റ് ആണ്. അതുപോലെ തന്നെ പിക്സൽ 10 Pro 256GB വേണമെന്നൊക്കെ നമുക്ക് 3200 ദിറംസിന് കൊടുക്കാം. ഇതിൽ 512 ഉണ്ട്. അതിൽ പിക്സൽ 10 Pro 10 Pro 512 വേണ്ടുന്നാക്ക് 3850 ദിറംസ്. 3850. പിക്സൽ 10 Pro-നേക്കാൾ നമുക്ക് ബെസ്റ്റ് റേറ്റ് ആയിട്ട് നമുക്ക് 10 Pro XL കൊടുക്കാം. ഇപ്പൊ വീണ്ടും റേറ്റ് കുറഞ്ഞ രണ്ടാമത് പഴയ പോലെ തന്നെ ആയിട്ടുണ്ട്. 10 Pro-നേക്കാൾ കുറച്ച്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 10 Pro XL എടുക്കാൻ നല്ല, കാരണം ഒന്നുകൂടി ബാറ്ററി ബാക്കപ്പ് കിട്ടും ചെയ്യും. ബാക്കപ്പ് നല്ല ഒന്നുകൂടി നല്ല വലിയ ഫോൺ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റി. നല്ല വലിയ സ്ക്രീൻ ആയിട്ട് നമുക്ക് ഡിസ്പ്ലേ സൈസ് വരും. അപ്പൊ ഫുട്ബോൾ കാര്യങ്ങളൊക്കെ കാണുന്നതിന് ബെറ്റർ ആണ് XL ആണ്. ഇതിന്റെ പ്രൈസ് ആണ്. ഇത് 10 Pro XL 256GB നമുക്ക് ബെസ്റ്റ് റേറ്റ് 3150 ദിറംസിന് കൊടുക്കാം. 3150 ദിറംസ്. ഇതിൽ 512 ആണെങ്കിൽ 3750 ദിറംസിന് കൊടുക്കാം. ഇതില് 1TB ഇതിൽ വരുന്നുണ്ട്. TB വരുന്നുണ്ട്, സ്റ്റോക്ക് ഇല്ല. നമ്മളെ സ്റ്റോക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അറേഞ്ച് ചെയ്തു. ഓക്കെ. അപ്പോ ഇത് റേറ്റ് കുറഞ്ഞോണ്ട് നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട ഇതാണ് നല്ല ഫോൺ, ഇത് ലോക്കലാണെന്ന് വിചാരിക്കേണ്ട. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതേപോലെ ഉണ്ടായതാണ്. നമ്മളെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും. ചില ടൈമിൽ ലാസ്റ്റ് ടൈമിലെ വീഡിയോയില് 10 Pro XL റേറ്റ് ആണ് കൂടുതൽ. അതാ ഞാൻ പറഞ്ഞത്. നമ്മുടെ ചില വീഡിയോസിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇത് ഭയങ്കരമായിട്ട് കൂടുതലും ഇത് ഭയങ്കരമായിട്ട് കുറവുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഇത് കൂടുതലായിരുന്നു, ഇത് കുറഞ്ഞു. അപ്പൊ ഇതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഇതിന്റെ അവൈലബിലിറ്റി കൂടുന്നോണ്ടാണ് ഇതിന്റെ പ്രൈസ് കുറയുന്നത്. ഇത് അവൈലബിലിറ്റി കുറയുന്നോണ്ടാണ് ഇതിന്റെ പ്രൈസ് കൂടുന്നത്. അപ്പൊ അടുത്ത വീഡിയോയിൽ ചിലപ്പോൾ ഇത് വീണ്ടും കൂടും. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം പെട്ടെന്ന് വാങ്ങിക്കോളി. ഇനി നമുക്ക് അടുത്ത് പറയാനുള്ളത് ഐഫോൺ സീരീസ് ആണ്. എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ഐഫോൺ നമുക്ക് ഫസ്റ്റ് ഏതാ പറയണ്ടത്? ഐഫോണിൽ നമുക്ക് ബേസ് മോഡലിൽ തുടങ്ങാം. നമുക്ക് ഐഫോൺ ഒരുപാട് ആൾക്കാർ ബേസ് മോഡൽ പറയുമ്പോൾ നിങ്ങൾ നമുക്ക് പറയാം. ബേസ് മോഡൽ ഫസ്റ്റ് തന്നെ ഞാൻ പറയാം. ഈ ഗൂഗിൾ പിക്സൽ ആണെന്നുണ്ടെങ്കിലും ഐഫോൺ ആണെങ്കിലും ബേസ് മോഡലൊക്കെ ചിലപ്പോൾ നിങ്ങൾ നാട്ടിലത്തെ പ്രൈസ് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ വ്യത്യാസം ഫീൽ ചെയ്യില്ല. പക്ഷെ നമ്മൾ പ്രോ സീരീസിലോട് നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നമുക്ക് ഫസ്റ്റ് 17 പറഞ്ഞു. 17 പറയുന്നത് പിക്സൽ ഐഫോൺ 17 256GB ആണെങ്കിൽ നമുക്ക് ബെസ്റ്റ് റേറ്റ് 2750. ഓക്കെ. ഇത് 128 പ്രൈസ് അല്ല, ഇതിൽ സ്റ്റാർട്ടിംഗ് 256. ഇതിന്റെ 512GB ഓടുന്നാക്കി നമുക്ക് 3550. 2750 and 3550. ഇനി നമുക്ക് അടുത്ത മോഡല് Pro series 17 Pro ഓടുന്നാക്കി നമുക്ക് ബെസ്റ്റ് റേറ്റ് ആയി കൊടുക്കാം 3750 ബെസ്റ്റ് റേറ്റ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോസിനെ വെച്ചും ഒരുപാട് പ്രൈസ്. ലാസ്റ്റ് വീഡിയോയിൽ നമുക്ക് 3900 ആ റേഞ്ചാണ് പ്രൈസ് പറഞ്ഞത്. ഓക്കെ. പിന്നെ നമ്മുടെ വീഡിയോസിൽ ചിലർ വന്നിട്ട് കമന്റ് ഇടാറുണ്ട് ഏതാ സ്പെക്ക് എന്ന് വെച്ചിട്ട്. നമ്മൾ ഇവിടെ വീഡിയോ ചെയ്യുന്നത് കംപ്ലീറ്റ് ജപ്പാൻ സ്പെക്ക് ആണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് TDR വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതും അവൈലബിൾ ആണ്. ഏകദേശം ഒരു 150 അതേപോലെ തന്നെ 100 ആ റേഞ്ചിലൊക്കെയാണ്. നമുക്ക് പ്രൈസിൽ വേരിയേഷൻ വരില്ല. അത് നിങ്ങൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി, നമ്മൾ അതിന്റെ പ്രൈസ് റിവീൽ ചെയ്യുന്നതായിരിക്കും. അതും നിങ്ങൾക്ക് ആപ്പിൾ സ്റ്റോറിൽ കിട്ടുന്നതിനെക്കാട്ടി ബെസ്റ്റ് പ്രൈസിന് നമ്മൾ TDR നമ്മളെ സ്റ്റോറിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അല്ല നമ്മൾ TDR നമ്മുടെ അടുത്ത് ഇല്ലാഞ്ഞിട്ടല്ല. ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെക്കാട്ടി റേറ്റ് കുറവിൽ വേണോ USS സ്പെക്കും അതും അവൈലബിൾ ആണ്. അത് നമുക്ക് ഇതിനെക്കാട്ടി റേറ്റ് കുറവിലാവും. അത് നിങ്ങൾ ഓരോ അത് കൂടുതൽ നമ്മൾ കൂടുതൽ ജപ്പാൻ സ്പെക്ക് ആണ് ചെയ്യുന്നത്. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ USS സ്പെക്കില് സിം ലോക്കിന്റെ എന്തോ ഇഷ്യൂ ഉണ്ടോ എന്ന് കറക്റ്റ് ഇല്ല വരുന്നില്ല. അത് ചില സ്റ്റോക്കുകളിൽ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുള്ള ചിലർ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇതുവരെ കൊടുത്ത ഒരു കസ്റ്റമർ നമുക്ക് ആ ഒരു ഇഷ്യൂസ് വന്നിട്ടില്ല. ഇനി നിങ്ങൾക്ക് അങ്ങനെ വരാന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം. നമ്മൾ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കൂടുതലും ജപ്പാൻ സ്പെക്ക് എടുക്കാൻ നോക്കിക്കോ, അതായിരിക്കും ബെറ്റർ. ജപ്പാനിൽ അതിൽ നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇന്റർനാഷണൽ ആപ്പിൾ വാറന്റി ആയിരിക്കും. എവിടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നിങ്ങൾക്ക് TDR വേണമെങ്കിൽ TDR എടുത്തോ. ഇനി അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യ സ്പെക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇന്ത്യന് നമുക്ക് അവൈലബിൾ ആണ്. പ്രോ സീരീസിൽ ഉണ്ടാവില്ല, ബേസ് മോഡലാണ് ഇന്ത്യ സ്പെക്ക് ഉണ്ടാവും. പ്രോ സീരീസിൽ നിങ്ങൾക്ക് സിം ഇടുന്നത് വേണമെന്നുണ്ടെങ്കിൽ ഹോങ്കോങ് വേർഷൻ.
ഓക്കെ, കാരണം ഇന്ത്യയിൽ ഇപ്പൊ ഈ പ്രൊഡക്ഷൻ തുടങ്ങിയതിന്റെ ശേഷം നമുക്ക് ഇന്ത്യ സ്പെക്കും വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഇന്ത്യ സ്പെക്ക് ഉണ്ട് പറഞ്ഞത്. യെസ്. ഓക്കെ, പിന്നെ അടുത്ത് നമുക്ക് പറയാന്നുണ്ടെങ്കിൽ അടുത്തത് നമുക്ക് മാക്സിലേക്ക് പോവാം. 17 Proയിൽ നമുക്ക് 1 TB പ്രൈസ് പറഞ്ഞു. 17 Pro 1 TB റേറ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോ. കാരണം 512 പ്രൈസ് ആണെങ്കിൽ നമ്മൾ 512 GB ആണെങ്കിൽ നമുക്ക് ബെസ്റ്റ് റേറ്റ് ആയി കൊടുക്കാം 4700. 4700. ലാസ്റ്റ് ടൈം നമ്മൾ 4950 ആ റേഞ്ചിൽ കൊടുത്ത സാധനമാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതാ നമ്മുടെ രാജാവ് 17 Pro Max. അതെ മക്കളെ, കിഡിലും പ്രൈസ് ആണ്, കിഡിലും പ്രൈസ് ആണ്. ഇപ്പൊ കത്തി നിൽക്കുന്ന കളർ ഇതല്ല, സിൽവർ അല്ല, സിൽവർ ആണ്. ഒരു ടൈമിന് ഭയങ്കര ഓറഞ്ച് ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും ഓറഞ്ചിന് ഇപ്പോഴും ആളുകൾ ചോദിച്ചു വരുന്നുണ്ട്. ഡിമാൻഡ് ഉണ്ട്. ഓറഞ്ച് അങ്ങനെയൊന്നും ഇല്ല, കാരണം അത് ഓരോരുത്തർ ചോയ്സ് ആണ്. കളർ ചൂസ് ചെയ്യുന്നതാണ്. കളർ സിൽവർ വേണ്ടുന്നാൽ സിൽവർ തന്നെ എടുക്കുന്നുണ്ട്. ഓറഞ്ചിന്റെ ഓറഞ്ച് വരുന്നുണ്ട്. എല്ലാത്തിനും ആരും ചോദിച്ചു വരാത്ത ബ്ലൂ ആണെന്നല്ലേ. ബ്ലൂവിന്റെ ഇഷ്ടപ്പെടുന്നവര് ബ്ലൂ ആയിട്ട് വരുന്ന ആൾക്കാർ ബ്ലൂ എടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് 17 Pro Max ഇതിന്റെ ബെസ്റ്റ് റേറ്റ് ആയി കൊടുത്താലോ? ബെസ്റ്റ് കില്ലർ പ്രൈസ് ആയി കൊടുക്കാം. 17 Pro Max 256 GB മാർക്കറ്റിൽ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് നമുക്ക് ആക്കി കൊടുക്കാം. 4150 dirhams. 4150 4150 dirhamsന് 17 Pro Max ചലഞ്ചിങ് പ്രൈസ് ആണ്. എന്റെ മോനെ, 17 Pro Max കിട്ടുന്ന പ്രൈസ് ഇത്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഈ പ്രൈസ് റെഡി ക്യാഷ് കൊടുത്തെടുക്കാം, അല്ലെങ്കിൽ ടാബ് വെച്ച് നിങ്ങൾക്ക് എടുക്കാം. ടാബ് ആകുമ്പോൾ നിങ്ങൾക്ക് അതായത് ഈ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് അതെ, ഇനിയിപ്പോ ടാബി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വേറെ പഴയ ഫോൺ ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ട്രേഡ് ചെയ്തിട്ട് എടുക്കാം. അതായത് നിങ്ങളുടെ അടുത്ത് സാംസങ് ആയിക്കോട്ടെ, ആൻഡ്രോയിഡിന് ഏത് ഫോൺ ആയിക്കോട്ടെ, ഐഫോൺ ആയിക്കോട്ടെ, നല്ല കണ്ടീഷൻ ഫോൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഏത് ഫോണാണ് ഇപ്പൊ X300 എല്ലാം നമ്മൾ കസ്റ്റമർ എടുത്ത് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് യൂസർ ട്രസ്റ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. X300 കൊടുത്തിട്ട് അവർ ഏതെടുത്ത്? അവർ X300 കൊടുത്തിട്ട് 17 എടുത്തത്. അയ്യോ, അപ്പൊ മനസ്സിലായിക്കോളെ, ഐഫോൺ വേറെ ലെവലാണ് കേട്ടോ. പിന്നെ ഐഫോണിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് എപ്പോഴും മാർക്കറ്റ് ഉണ്ടാവും. അതായത് പിന്നെ ഒരു 3-4 കൊല്ലം കഴിയുന്നവരെ അതിന്റെ ഒരു മാർക്കറ്റ് എപ്പോഴും ഉണ്ടാവും. പിന്നെ ഉള്ള പ്രത്യേകത വെച്ചാൽ ആ കസ്റ്റമർ ഇവിടുന്ന് തന്നെ X300 എടുത്തിട്ട് അവര് ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വന്നു. അപ്പൊ അവർ ഓൾറെഡി മാർക്കറ്റിൽ പ്രൈസ് കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്തു എക്സ്ചേഞ്ചിന്റെ. അതായത് അവർ ഫോൺ സെയിൽ ചെയ്യണല്ലോ, അപ്പൊ അവര് ലാസ്റ്റ് ഇവിടത്തേക്ക് തന്നെ എത്തി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന പ്രൈസ്, ആ വാല്യൂ അവർ ഇവിടുന്ന് എടുത്തത് കൊണ്ട് അവർക്ക് നമ്മൾ ഇങ്ങോട്ടേക്ക് തിരിച്ചെടുക്കുമ്പോൾ നല്ല റേറ്റ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ അത് കൊടുക്കുന്നുണ്ടെങ്കിൽ പുതിയത് അതേ റേറ്റിൽ തന്നെ കൊടുക്കുന്നത്. പുതിയത് നല്ല ബെസ്റ്റ് റേറ്റ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും കസ്റ്റമേഴ്സിന്. അപ്പൊ നമുക്ക് ഇതിന്റെ 512 ആണെങ്കിൽ എത്ര കൊടുക്കാം? ഇതിന്റെ 512 GB ആണെങ്കിൽ നമുക്ക് 4850 4850 4850. ഇനി നമുക്ക് ഇതിന്റെ 1 TB. ഇതിന്റെ 1 TB കൊണ്ടുവന്നൊക്കെ നമുക്ക് 5650 dirhams. 5650 dirhams. 1 TB എടുക്കുകയാണെങ്കിൽ എടുത്തോളി മകളെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റോറേജ് എന്തായാലും അത്യാവശ്യം വരും. പിന്നെ 1 TBന്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല വേരിയേഷൻ ഉണ്ടാവും മാറുമ്പോൾ. 256 512 പോലെ ആയിരിക്കില്ല. പ്രൈസ് ചേഞ്ച് ആകുമ്പോൾ ചിലപ്പോൾ 500 കൂടിയിരിക്കും, ചിലപ്പോൾ 500 കുറയായിരിക്കും, ചിലപ്പോൾ 300 ആയിരിക്കും. പ്രൈസിൽ വേരിയേഷൻ ഉണ്ടാവും. ഓക്കെ, പിന്നെ മാക്സിമം നിങ്ങൾ എന്താക്കാം, വരുന്ന ടൈം നമ്മളെ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ പ്രൈസും ഡീറ്റെയിൽസ് എല്ലാം ഒന്നും കൂടി ഞാൻ വേറൊരു സാധനം കൺഫേം ചെയ്തതിനു ശേഷം വരാം. അതെ, വേറൊരു ഐറ്റം. ഓക്കെ, ജപ്പാൻ ഇതാണ് ഐറ്റം. ഇത് കണ്ടോളി മുത്ത, അതൊന്നും എടുത്താ ആ ഹോണറിന്റെ ഓറഞ്ച്. ഓക്കെ, ഇത് കണ്ടോളി മക്കളെ, ഇത് സെയിം ഐഫോൺ അതേപോലെ ഒരു അമ്മ പെറ്റ മക്കൾ എന്ന് പറയുള്ളൂ. കാരണം നോക്കിക്കോളി, ഐഫോണിന്റെ ഈ ഒരു ബാൻഡ് വരെ അതേപോലെ കോപ്പി. നല്ല അടിപൊളി നല്ല ഫിനിഷിംഗ് ഉള്ള ഫോണാണ്. നിങ്ങൾക്ക് അതായത് ഐഫോണിന്റെ സ്റ്റൈലും വേണം, എന്നാൽ നിങ്ങളുടെ ഇത് ബഡ്ജറ്റും ഇല്ല, എന്നാൽ നിങ്ങൾക്ക് കാണാൻ ഐഫോൺ പോലെ തോന്നിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓർഡറിന്റെ 600. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇത് പിന്നെ ഐഫോണിന്റെ ഒരു ലുക്ക് കളറേ ഉള്ളൂ. പിന്നെ സൈഡിൽ നോക്കുമ്പോൾ ഐഫോൺ ആണ്. ഇതൊക്കെ നിങ്ങൾ നോക്കിക്കോളി, സെയിം ഐഫോണിന്റെ ഒരു സ്റ്റൈല്. ഓക്കെ, പക്ഷെ ഇത് അത്യാവശ്യം നല്ല ഫോണാണ്. നല്ല ഫോണാണ്. നമുക്ക് നല്ല എൻക്വയറി ഉണ്ട്. നമ്മൾ ഒരുപാട് പീസ് ഓൾറെഡി സെയിൽ ചെയ്തിട്ടുണ്ട്. ഇത് അതിന്റെ ഡമ്മിയാണ്. ഇത് പിന്നെ വേറെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഈ ഫോൺ ഞാൻ കാണിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഹോണറിന്റെ 600 കാണിക്കുന്നുള്ളത്. കാരണം ഇതിന്റെ ആഡും അതേപോലെ തന്നെ ഒരുപാട് പേര് റിവ്യൂ ചെയ്യുന്ന കണ്ടിട്ടാണ് നമ്മളോട് ആ കമന്റ് ഇട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു മോഡൽ പർച്ചേസ് ചെയ്യുന്നത് പെട്ടെന്ന് വന്നോളി. നല്ല കിഡിലും പ്രൈസിനാണ് കൊടുക്കുന്നത്. ഇപ്പൊ ജസ്റ്റ് ഒന്ന് സെല്ലായില്ലേ? അവിടെ ഉണ്ട് ഫോണ്. നമുക്ക് കസ്റ്റമർ എക്സ്പീരിയൻസിന്റെ വേണമെങ്കിൽ ചോദിച്ചു നോക്കാം. ഓൾറെഡി ജസ്റ്റ് ഒന്ന് നിങ്ങളൊരു ഫീഡ്ബാക്ക് പറഞ്ഞോളേ. ഹോണർ 600 അല്ലേ നിങ്ങൾ എടുത്തത്? Honor 600 एक्चुअली मेरे को अच्छा लगा, मैं इसलिए अभी लिया। तो मैं
वो जगह पे देखा है, उसका फीडबैक अच्छा है, इसलिए मैं अभी लिया। सेम लुक लाइक आईफोन iPhone. जैसा ऐसा। How is our customer service? गुड सर्विस। Good service. You are happy? आपने वो ट्രേഡ് किया ना, एक्सചേഞ്ച് करके लिया ना? ഇവരിത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് എടുത്തതാ. ഇവര് കയ്യിൽ ഇപ്പൊ ഇതാ ഇവർ ഓൾറെഡി ഫോൺ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. ഇവര് 9 Pro X ഇവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാറ്റിയിട്ട് ഇതാ ഓണറിന് 600 എടുത്തിട്ടുണ്ട്. അപ്പൊ അതാണ് Pixel-ന് ഗൂഗിൾ പിക്സൽസ് ചേഞ്ച് करके ഓണർ लिया. Okay. അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇവർ ഓൾറെഡി ഇപ്പം തന്നെ പറഞ്ഞു, ഓൾറെഡി പുറത്തിൽ ചെക്ക് ചെയ്തിട്ട് ബാർ ചെക്ക് करके आता है ना? हाँ, बाहर चेक करके आया मैं, पहला भी लिया इधर से फोन, उसका सर्विस बहुत अच्छा लगा, इसलिए मैं वापस आया दुकान। Okay. Thank you so much. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഗൂഗിൾ പിക്സൽ കൊടുത്തിട്ട് വരെ ഈ ഒരു ഐറ്റം എടുക്കുന്നുണ്ട്. ഞാനിത് യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ ഇത്രത്തോളം നല്ല ഫോൺ ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ അത്രയും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾ ഇവിടെ വന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സംഭവം ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഇതിലുണ്ട്. അതായത് ഇതിലൊക്കെ ഒരുപാട് AI ഫീച്ചേഴ്സ് ഉണ്ടല്ലേ? അതെ, ഇതില് ഒരുപാട് ഇത് നമുക്ക് ഇവിടെ ഡിസ്പ്ലേയിൽ തന്നെ കാണിക്കുന്നുണ്ട് AI എന്നുള്ള സംഭവമായിട്ട്. ഐഫോണിൽ ഇല്ലാത്തതും ആൻഡ്രോയിഡിലുള്ള ഒരേ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AI ആണ്. ഐഫോണിൽ ഇപ്പൊ അത് അപ്ഡേറ്റ് ആയി വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഐഫോണില് ഇപ്പം വരുന്നുണ്ട്. ഇപ്പൊ ഐഫോണിന്റെ വെച്ചാൽ ആപ്പിൾ ഇന്റലിജൻസ് പക്ഷെ അത് നമ്മുടെ ആൻഡ്രോയിഡിനെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് പിന്നിലാണ്. 18 സീരീസ് നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് പിന്നെ ഇതാക്കിയിട്ട് നിന്ന് വെയിറ്റ് ചെയ്ത് നിന്നു. കാരണം അതിൽ നല്ല അടിപൊളി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതില് AI ഫീച്ചേഴ്സ് നല്ല അടിപൊളിയായിട്ട് വരാൻ 18 സീരീസിൽ അങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും നോക്കാം, വെയിറ്റ് ചെയ്ത് നോക്കാം. അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആൻഡ്രോയിഡിലുള്ള സെയിം ഫീച്ചേഴ്സ് ഐഫോൺ എടുത്തിട്ട് വേറെ പേരിൽ ഇറക്കും. അപ്പൊ സംഭവം അത് അവര് ചെയ്യുമ്പോ അതിന്റേതായ യൂണിക്നെസ് അത് സംഭവം അങ്ങനെ തന്നെ കേട്ടോ. അത് എന്താണെന്നുണ്ടെങ്കിലും പിന്നെ ഈ മറ്റുള്ള ആൻഡ്രോയിഡ് ഫോണുകളൊക്കെ ഐഫോണിൽ തന്നെയാണ് കോപ്പി അടിക്കുന്നത്. ഇവരെന്നെ നിങ്ങൾ കമന്റ് ചെയ്തു ഏതാണ് ബെസ്റ്റ്. നിങ്ങൾ ജസ്റ്റ് കമന്റ് ആണോ അതോ iOS ആണോ ഒന്ന് കമന്റ് ഇടുക. അപ്പൊ നമ്മുടെ കയ്യിലുള്ള 3 ഇപ്പത്തെ നിലവിലുള്ള രാജാക്കന്മാര് ആൻഡ്രോയിഡിൽ, പിന്നെ ഗൂഗിൾ പിക്സലും ഉണ്ട്. പിക്സൽ ഒട്ടും ബാക്കിലല്ല. അപ്പൊ നിങ്ങൾക്ക് ആകെ ഇതിന്റെ നമ്മൾ പ്രൈസ് പറഞ്ഞിട്ടില്ല, 600 നമുക്ക് 1650 വരും. 1650. അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ സ്പെക്ക് എങ്ങനെ വരുന്നത്? ഇത് പിന്നെ 256 GB. ഇത് നമുക്ക് 200 മെഗാ പിക്സലാണ് ക്യാമറ വരുന്നത്. ഈ ക്യാമറ എന്നുള്ള പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെ ഇത് പ്രീ ബുക്കേ സ്റ്റാർട്ട് ചെയ്തുള്ളൂ, പ്രൈസ് റിവീൽ ചെയ്തിട്ടില്ല. അപ്പൊ ഇതിന്റെ പ്രൈസ് അറിയണമെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതിന്റെ സ്പെക്ക് എങ്ങനെ വരുന്നത്? ഇതിന്റെ പിന്നെ സ്പെക്ക് വരുന്നത് 6 GB റാം പ്ലസ് 6 ഉണ്ടാവും. ടോട്ടൽ 12 GB റാം ഉണ്ടാവും. അതുപോലെ തന്നെ 128 ഇന്റേണൽ സ്റ്റോറേജ്. ഓക്കെ, പക്ഷേ ഇതാണ്ടോ ഒന്നുകൂടി ലുക്ക് വൈസ് ഇഷ്ടമായത്? കാരണം ഇത് പ്രൈസ് റിവീൽ ചെയ്തിട്ടില്ല. ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിനേക്കാൾ എത്രയോ കുറവായിരിക്കും പ്രൈസ്. ഇതിന് കുറവായിരിക്കും അത്. ഓക്കെ, അപ്പൊ ഇതന്നെയാണ് കൂടി സംഭവം. യെസ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, മറ്റേ കിഡിലും വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.